ഹായ്, നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചൺ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയേഴ്സ് എന്നുള്ള ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയണോ? എങ്ങനെയാണ് ഒരു കിച്ചൺ ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ചാനൽ ഫോർ യു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത. ഐ എം ആൻ ഇന്റീരിയർ ഡിസൈനർ. നിങ്ങൾക്ക് ഹോം ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പല വീഡിയോസ് ഇറക്കുന്നത്. ഞാൻ എൻ്റെ ഈ ചാനൽ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് എല്ലാവരുടെയും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 പാർട്സ് ആയിട്ട് ഞാൻ ഹാർഡ്വെയറിനെ കുറിച്ചും മെറ്റീരിയൽസിനെ കുറിച്ചും ഷെയ്ഡ്സ്, കളേഴ്സ്, എല്ലാത്തിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്ക് സ്പ്ലാഷ് അതിനെയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനിങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് പോവുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ബേസിക്സ് തന്നെ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ക്വിക്ക് കിച്ചൺ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കിച്ചൻ്റെ ഈ ബോക്സസ് ഉണ്ടല്ലോ, അതായത് ഓരോ യൂണിറ്റിനും നമ്മൾ കാർക്കസ് എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെയുള്ള യൂണിറ്റ്സിന് ബേസ് യൂണിറ്റും മേളിലുള്ള യൂണിറ്റ്സിന് വാൾ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാൻ പോരെ. I've been thinking about myself today, thinking how I changed, how I really don't care. പോയിന്റ്സ് ഒന്നും മറക്കാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറിയ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലെ താഴത്തെ കൗണ്ടറിന് താഴെയുള്ള ബോക്സസ് ഉണ്ടല്ലോ, അതായത് പ്ലൈയും ലാമിനേറ്റും ഒക്കെ കൊണ്ട് ചെയ്തിരിക്കുന്ന ബോക്സസിന് ബേസ് യൂണിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് മേളിൽ വാളിൽ, അതായത് 2 അടി കൗണ്ടറിൽ നിന്ന് 2 ഫീറ്റ് മേളിലോട്ടുള്ള ബോക്സസിനെയൊക്കെ നമ്മൾ വാൾ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ അതാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. അതുകൂടാണ്ട് നിങ്ങൾക്ക് ടോൾ യൂണിറ്റ്സ് ഉണ്ട്, അതുകൂടാണ്ട് മിഡ് ടോൾ യൂണിറ്റ്സ് ഉണ്ട്, പിന്നെ കോർണർ യൂണിറ്റ്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്, ചെറിയ പുൾ ഔട്ട്സ് ഉണ്ട്, വലിയ പുൾ ഔട്ട്സ് ഉണ്ട്, അതും അല്ലെങ്കിൽ ഓപ്പൺ ഷെൽഫ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഇതെല്ലാം ഉണ്ട്. കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ റോളിംഗ് ഷട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ബോക്സസ് ഉണ്ട്, പിന്നെ വൈൻ കൂളേഴ്സ്, വിക്കർ ബാസ്കറ്റ്സ്, അതിനെല്ലാത്തിനും സെപ്പറേറ്റ് സ്റ്റൈലിലാണ് ബോക്സസ് പണിതെടുക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഈവൻ സ്ലൈഡിങ് ഷട്ടേഴ്സിന് പോലും സെപ്പറേറ്റ് ബോക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഓർക്കേണ്ടത്, ഇത് നമ്മൾ കൈ കൊണ്ട് ചെയ്യാനായിട്ടല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഫാക്ടറി കട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഫാക്ടറി കട്ടായിട്ടുള്ള കിച്ചൺ നമുക്ക് നല്ലതെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ഫിനിഷ് ക്ലീൻ ആയിട്ട് വരും. മാത്രമല്ല അതിൻ്റെ എഡ്ജ് ബാൻഡ് ടേപ്സ്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ബാൻഡ് ടേപ്സ് എല്ലാം വളരെ നീറ്റായിട്ട് ഫാക്ടറിയിൽ തന്നെ ഒട്ടിച്ച് അതിൻ്റെ സൈഡ് ട്രിംസ് ഒക്കെ നല്ല മോൾഡ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കാം എന്നോട്, അയ്യോ അപ്പോൾ കാർപ്പൻറ്റർ ചെയ്യുന്നതിനേക്കാളും ഇത് വളരെയധികം എക്സ്പെൻസീവ് ആകത്തില്ലേ എന്ന്. പക്ഷെ സത്യം പറയാമല്ലോ, അത് അത്ര അധികം എക്സ്പെൻസീവ് ആകത്തില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് കാർപ്പൻറ്റർ ചെയ്യുന്ന സമയത്ത് അവർ കൈകൊണ്ട് മുറിച്ച് ഓരോരോ പാർട്സ് ആയിട്ട് മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ഓപ്റ്റിമൈസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ അതേ സമയത്ത് ഫാക്ടറിയിലാണെങ്കിലോ ഇത്ര ബോക്സസ് വേണം, അതിൻ്റെ സൈസസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിൽ അതെല്ലാം ഫില്ല് ചെയ്യും. വെദർ ഇറ്റ് ബി പ്ലൈ ആകട്ടെ അല്ല ലാമിനേറ്റ് ആകട്ടെ, അതിൻ്റെ ടോട്ടൽ എത്രയാണ് മെറ്റീരിയൽ വേണ്ടതെന്നുള്ളത് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാർപ്പൻറ്ററിൻ്റെ അടുത്ത് കൊടുക്കുന്നതിനേക്കാളും മെറ്റീരിയൽ കോസ്റ്റ് ശരിക്കും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് അതിൻ്റെ വേ ചെയ്ത് നോക്കുമ്പം ഫിനിഷും ശരി, മെറ്റീരിയൽ വേസ്റ്റേജും ശരി, ഇതെല്ലാം നമുക്ക് തുല്യമായിട്ട് തന്നെ വരും. സോ ഇത് എൻ്റെ പല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അത് എക്സ്പെൻസീവ് അല്ല. പല യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ചില സൈസസിനെ കുറിച്ചും എനിക്കിവിടെ മെൻഷൻ ചെയ്തേ പറ്റും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഫാക്ടറി കട്ട് പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കാരണം ഇതെല്ലാം നമ്മൾ മില്ലിമീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് MM-ലാണ്. നിങ്ങൾ ഒത്തിരി തലയിട്ട് പോകേണ്ട, ബിക്കോസ് നിങ്ങളല്ല അത് കട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അത് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ MM-ൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് വളരെയധികം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് ബേസ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് ബേസ് യൂണിറ്റിൻ്റെ ബോക്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര ഹൈറ്റിലായിരിക്കണം? 720 mm നമ്മൾ ഡിസൈൻ ചെയ്യണം. അതായത് ടോട്ടൽ എൻഡ് ടു എൻഡ് ആ ബോക്സിൻ്റെ 720 പ്ലസ് അതിന് ലെഗ്സ് പിടിപ്പിക്കും കേട്ടോ. അത് ഞാൻ അതിൻ്റെ പിക്ചർ ഇട്ടേക്കാം. ആ ലെഗ്സ്
4 ഇഞ്ചസ്, അതായത് 100 mm, ഇതെല്ലാം MM തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതപ്പം 100 mm അതിൻ്റെ ആ ലെഗ് വരുന്നത്. അതൊരു റെഡിമെയ്ഡ് ലെഗാണ്, എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടുന്ന ഒരു സംഭവമാണ്. അത് ടോട്ടൽ 820 ആയി. അത് കൂടാണ്ട് മേളിൽ ഒരു കൗണ്ടർ ടോപ്പ് വരുമല്ലോ. അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് യൂഷ്വലി ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 20 mm തിക്നെസ്സിൽ കൗണ്ടർ ടോപ്പ് ചെയ്യാറില്ല. അതായത് അതിൻ്റെ ആക്ച്വൽ തിക്നെസ് കൗണ്ടർ ടോപ്പിൻ്റെ 20 mm ആണെങ്കിൽ അതിൻ്റെ ഡബിൾ തിക്നെസ് കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടോട്ടൽ അപ്പം 40 mm കൗണ്ടർ ടോപ്പും കൂടി. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 860 നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഒരു കൗണ്ടർ ടോപ്പ് വരെയുള്ള ഹൈറ്റ് ശരിക്കും 3 feet അല്ലേ, 36 inches, 3 feet അല്ലെങ്കിൽ 900 mm എന്ന്. പക്ഷേ ഇന്ത്യൻസ് പൊതുവെ വളരെയധികം ടോൾ അല്ല അല്ലേ, പക്ഷെ എന്നാൽ വളരെ ഷോർട്ടും അല്ല. അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയൽ ഹൈറ്റ് ഓഫ് എ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് ഒരു 34 inches ആണ് ഓൾ ടുഗെദർ. അതായത് ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 860 mm നമുക്കത് തീർക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റും. ബേസിക്കലി എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനൊരു ആവറേജ് പേഴ്സണേക്കാളും സ്ലൈറ്റ്ലി ടോളറാണ്. അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചാൽ 900 mm ഹൈറ്റിലും എനിക്ക് കംഫർട്ടബിളി കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റും. എന്നാലും എൻ്റെ കിച്ചണും ഞാൻ ഒരു 860 870 തന്നെ ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ പല ആൾക്കാരും പെരുമാറുന്ന ഒരു കിച്ചൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക. സോ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സാധനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈറ്റ് അതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെ, എന്തൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇത് നമ്മുടെ ഹൈറ്റും ഇത് മാത്രമല്ല കേട്ടോ. അപ്പം ബേസ് യൂണിറ്റ്സിന്റെ ഡെപ്തും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ ഡെപ്ത് ബേസ് യൂണിറ്റിന് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ളത് വിത്ത് ഷട്ടേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ളത് 560 mm. അപ്പം 560 mm ഉള്ളിൽ ഡ്രോറും ഹാർഡ്വെയറും എല്ലാം വരുമെന്ന് ചോദിച്ചാൽ എല്ലാം ഐഡിയലായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഫിറ്റ് ആകും. പ്ലസ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഡെപ്ത് വന്നിട്ട് അതിനേക്കാളും ഒരു 40 mm വെളിയിലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ടാണ് അത് 20 mm മാത്രം പോയെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൗണ്ടർ ടോപ്പ് ഒരു 40 mm വെളിയിലോട്ട് വെക്കുകയാണെങ്കിൽ ഹാൻഡിൽസും കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പതിഞ്ഞിരിക്കും. ഒരു ചോദ്യം വരും, ഇത് ഡോറ് കൂടാണ്ടാണോ എന്ന്. ഇല്ല, ഇത് ഡോറും ചേർത്തിട്ടാണ് 560. അപ്പോൾ ഡോറിൻ്റെ തിക്നെസ് എത്ര വരാം? സോ അപ്രോക്സിമേറ്റ്ലി നമുക്കിപ്പം 18 mm to 25 mm വരെ, അതായത് വുഡിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഡോറിൻ്റെ തിക്നെസ് വളരെ തിന്നാക്കാൻ പറ്റത്തില്ല അല്ലേ. അത് 22 to 25 mm വരെ ചിലപ്പോൾ തീർത്തെടുക്കേണ്ടി വരും. ആൻഡ് ഒരു പ്ലൈ വിത്ത് ലാമിനേറ്റ് ആണെങ്കിൽ 18 to 20 mm നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഓരോ ബോക്സിൻ്റെ വിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഓരോ ബോക്സിൻ്റെ വിട്ട് എന്ന് പറയുമ്പം നമ്മൾ ബേസിക്കലി കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഓരോ ബോക്സും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എന്നാലും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫോളോ എ സ്റ്റാൻഡേർഡ് വിത്ത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു കോർണർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പുൾ ഔട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ മേടിച്ച് അതിൻ്റെ അകത്ത് വെക്കണം, ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് മോർ ഓവർ അത് കാണാനും കുറച്ചൊരു നീറ്റ് ലുക്കിംഗ് ആയിരിക്കും. പക്ഷെ റൂൾസ് ആർ ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പക്ഷെ ജനറലി ഞാൻ ഒരു ഓവറോൾ ഇത് പറയണമെങ്കിൽ ഐ വുഡ് സേ ഒരു 150 mm, അതായത് 6 inches അപ്രോക്സിമേറ്റ്ലി. സോ 150 mm, 200 mm, 300 mm, പിന്നെ 450, അത് കഴിഞ്ഞാൽ പിന്നെ 500, 600, 900, 1050. ഞാൻ അത് പറഞ്ഞുതരാം. 1050 യൂഷ്വലി കോർണർ യൂണിറ്റ്സിനാണ് 1050 വരുന്നത്. ചില കോർണർ യൂണിറ്റ്സിന് നമ്മൾ 1050 യൂസ് ചെയ്യും. അതുകൂടാണ്ട് 1200 വരെയും നമുക്ക് ബോക്സസ് ചെയ്യാൻ പറ്റും. വളരെ നീണ്ടു പോവുകയാണെങ്കിൽ പിന്നെ നടുക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇതാണ് ബേസിക്കലി ബേസ് യൂണിറ്റ്സിൻ്റെ. അപ്പോൾ വാൾ യൂണിറ്റ്സിൻ്റെ ഹൈറ്റും സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 720 mm തന്നെയാണ്. പക്ഷേ ഇതിലെന്താണ്, ഇതിന് ലെഗ്സ് ഇല്ല. ഇപ്പോഴത്തെ പല ഡിസൈൻസിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് വാൾ യൂണിറ്റ്സിൻ്റെ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ലോഫ്റ്റും കൂടി ചെയ്ത് പോകാം. അങ്ങനെ പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വി മെയിൻറ്റെയിൻ 720 mm. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിലർ റെഡിമെയ്ഡ് ഷട്ടേഴ്സ് മേടിക്കും, അത് ഇമ്പോർട്ടഡ് ആകട്ടെ, ഈവൻ ഫ്രം ഇന്ത്യ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ റെഡിമെയ്ഡ് ഷട്ടേഴ്സ് അതിൻ്റെ സൈസ് പോകുന്നത് 720 ആയിരിക്കും ഹൈറ്റ്. ആൻഡ് വിത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് വിത്ത് ഉണ്ടല്ലോ, അതായത് 150 mm, 200 mm, 300 mm, 450, 600, 900, ഇങ്ങനെയാണ് അതിൻ്റെ വിത്ത് യൂഷ്വലി സ്റ്റാൻഡേർഡ് സൈസസിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ബിക്കോസ് യു ആർ കംപ്ലീറ്റ്ലി കസ്റ്റമൈസിങ് യുവർ കിച്ചൺ, അപ്പോൾ നിങ്ങൾക്ക് റൂൾസ് എല്ലാം കുറച്ച് ബെൻഡ് ചെയ്യാം. അതിൻ്റെ ഡെപ്തിലാണ് വ്യത്യാസം വരുന്നത്. മറ്റേതിൻ്റെ ഡെപ്ത് 560 ആണ് ഞാൻ ടോട്ടലി പറഞ്ഞത്. ഓൾ യൂണിറ്റിൻ്റെ ഡെപ്ത്
320 mm നമ്മൾ ഡോർ ഉൾപ്പെടെ 320 mm നമ്മൾ ഫിനിഷ് ചെയ്യണം. സോ ബിക്കോസ് ഓബ്വിയസ്ലി മേളിലും താഴെയും ഒരേ ഡെപ്ത് ആണെങ്കിലും നമ്മൾ കുനിയുമ്പോഴത്തേക്കും നമുക്ക് തല തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ലൈറ്റ് വീഴത്തില്ല ശരിക്കും കൗണ്ടറിൽ. സോ അങ്ങനെ വേരിയസ് ഫാക്ടേഴ്സ് കാരണം നമ്മൾ ഡെപ്ത് കുറച്ചാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ മേളിലത്തെ പ്രോഡക്ട്സ് എടുക്കണമെങ്കിൽ ഒത്തിരി ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്ക് മേളിലോട്ട് വലിഞ്ഞ് എടുക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. സോ അങ്ങനെ 3-4 ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡെപ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് വെക്കുന്നത്. ആൻഡ് ഇതിനും സിമിലർ വിത്താണ്, പക്ഷെ ഓരോ കിച്ചൻ്റെ ഡിസൈൻ സൈസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഒത്തിരി കസ്റ്റമൈസേഷൻ ഇതിനും പോസിബിൾ ആണ്. എന്നാൽ പിന്നെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കിച്ചൺ ഡിസൈൻ ചെയ്താലോ. ഇപ്പം അത് വെറും ഒരു എൽ ഷേപ്പ് കിച്ചൺ, അതിൽ നോ ഫ്രിൽസ് അറ്റാച്ച്, വെറും ഒരു വാൾ യൂണിറ്റും ബേസ് യൂണിറ്റും അതിൻ്റെ കൗണ്ടർ ടോപ്പ് ആൻഡ് ബാക്ക് സ്പ്ലാഷ് വിത്ത് ചിമ്നി, ഹോബ്, ഫ്രിഡ്ജ് ആൻഡ് മൈക്രോവേവ്. ഓർ ലൈക്ക് മൈക്രോവേവ് വേണമെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാം. സോ അങ്ങനത്തെ ഒരു ബേസിക് കിച്ചൺ ഞാനിപ്പം ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇത് ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ ആണ് ഞങ്ങൾ കുറച്ച് കാലം മുമ്പേ ഡിസൈൻ ചെയ്തത്. ഇത് ഫോയറിൽ നിന്ന് കയറി വരുമ്പം നിങ്ങൾ എൻ്റെ ആരോ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ, ഞാൻ അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിച്ചണാണ്. ഈ കിച്ചണിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ എൻഡിൽ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറൊക്കെ വെക്കാനായിട്ടുള്ളൊരു പ്രൊവിഷൻ, പിന്നെ ഓപ്പോസിറ്റിൽ സിങ്കിന് അവർ തന്നെ ഒരു കംപ്ലീറ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എൽ ഷേപ്പാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. സോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ തുടക്കത്തിൽ കയറി വരുന്നതിൻ്റെ അവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തു, അതിൻ്റെ ഡെപ്ത് കുറച്ചിട്ട്. പിന്നെ ഇവിടെയാണ് ശരിക്കും ഹോബിൻ്റെ പോയിന്റ്സ് കൊടുത്തിരുന്നത്. ഓൾദോ ഹോബ് ഫ്ലോർ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ഹോബ് ശരിക്കും പറഞ്ഞാൽ മറ്റേ സൈഡിലാണ്. ഇതിപ്പം ലെറ്റ്സ് ലുക്ക് അറ്റ് കിച്ചൺ എലിവേഷനെ. അത് എൻട്രൻസിൽ കയറി വരുന്നതിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെപ്ത് 320 ടോട്ടൽ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ ടോപ്പിൻ്റെ പകുതി ഡെപ്തേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പുൾ ഔട്ട്, ഞാനിതൊരു ഓഡ് സൈസ് പുൾ ഔട്ടാണ് കേട്ടോ, 270 സ്പേസ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ അതുകൂടാണ്ട് ഹോബിൻ്റെ കീഴിൽ 3 ടാൻഡം ബോക്സസ്, അതിൽ കട്ട്ലറി ട്രേ, പിന്നെ അങ്ങനെ എന്താ ചെറിയ പാത്രങ്ങൾ വലിയ പാത്രങ്ങളെല്ലാം വെക്കാനായിട്ടുള്ള ഒരു സ്പേസും, ലെഫ്റ്റ് മോസ്റ്റിലൊരു ഫില്ലറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിൽ നോക്കുവാണെങ്കിൽ ഈ കോർണർ ഉണ്ടല്ലോ, ആ കോർണർ ഞാൻ പിന്നെ പറയാം. അത് എൽ ഷേപ്പായിട്ട് വരുമ്പോൾ മറ്റേ എൻഡിൽ നിന്ന് ആ കോർണർ അവിടെ വന്ന് ചേരുന്ന സൈഡാണിത്. എന്നിട്ട് മുകളിൽ വേറെ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടില്ല. നോക്കുവാണെങ്കിൽ വെറും ചിമ്നിയും അതിൻ്റെ ബാക്ക് പാനൽ അല്ലെങ്കിൽ മതിൽ മാത്രമാണെങ്കിൽ കാണാനായിട്ടൊരു വൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ബാക്ക് പാനൽ സെയിം വുഡൻ ഫിനിഷിൽ തന്നെ കൊടുത്തു. സോ അപ്പം കിച്ചൺ എലിവേഷൻ ബീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ആരോ ഫോളോ ചെയ്തോളൂ. അപ്പം നോക്ക്, ഈ റൈറ്റ് മോസ്റ്റ് ബേസ് യൂണിറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ 1050 എന്നുള്ളത്. അപ്പം 1050 എന്നുള്ളത് എക്സ്ട്രാ സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ 1100ൻ്റെ ഒരു ക്യാബിനറ്റ് ഫുള്ള് കൊടുത്തു നമ്മൾ. ആൻഡ് ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും ഓൾമോസ്റ്റ് പകുതിക്ക് കൂടുതലുള്ള പോർഷൻ ശരിക്കും നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ എലിവേഷൻ എയിലുള്ള ക്യാബിനറ്റ്സ് അതിൽ ഓവർലാപ്പ് ചെയ്തിരിക്കും. അപ്പം ഈ കാണുന്ന, ഞാൻ എൻ്റെ ആരോ നോക്കിക്കോളൂ, ഈ കാണുന്ന പോർഷൻ മാത്രം ിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ടാൻഡം ബോക്സസ് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ജസ്റ്റ് ഇങ്ങനെ നോർമൽ ഓപ്പണബിൾ ഷട്ടേഴ്സ് കൊടുത്തിട്ട് അതിലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നോർമൽ, അത് ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. അത് കൂടാതെ മേളിൽ ചില ക്യാബിനറ്റ്സ് ഓപ്പൺ ആണ്, ചിലത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഫുൾ കംപ്ലീറ്റഡ് റെൻഡേർഡ് ഇമേജ് ആണ്, ഞങ്ങൾ 3D റെൻഡർ ചെയ്ത സാധനമാണ്. ഇതിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേളിലുള്ള വാൾ യൂണിറ്റ്സ് ഒക്കെ ചിലതൊക്കെ ഓപ്പൺ യൂണിറ്റ്സ് വേണമെന്ന് ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് ചെയ്തു. ഇതൊരു എൽ ഷേപ്പ്, ഈ സൈഡിൽ കണ്ടോ ഇവിടെ കോർണർ യൂണിറ്റ്, അതിൻ്റെ ആ ഓവർലാപ്പിൻ്റെ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ അത് കാണാൻ പറ്റത്തില്ല, ആ പോർഷനാണത്. ബിക്കോസ് അത് ഉള്ളിൽ കയറിയിരിക്കുന്നത് കൊണ്ട്, മനസ്സിലായി തോന്നുന്നു. കൂടാതെ നമുക്ക് മുകളിൽ വാൾ യൂണിറ്റ്സ് ഉണ്ട്, 2 ഫീറ്റ് സ്പേസ് ഇതിൽ കൊടുത്തിട്ട്. അപ്പോൾ ഏറ്റവും മേളിൽ കണ്ടോ വാൾ യൂണിറ്റ്സിൻ്റെ മേളിലൊരു പാനൽ പോലെ നമ്മൾ റൺ ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചിമ്നിയുടെ ഡക്റ്റ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് കാണാനായിട്ട് കണ്ടില്ലേ, ഇത് നോക്കൂ, ആ ചിമ്നി അവിടെ നിന്ന് പോയി
ഫുൾ ലെങ്ത്തിൽ അത് ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഈ ടോൾ യൂണിറ്റിൻ്റെ ഡെപ്ത് ശരിക്കും മറ്റേ ബേസ് യൂണിറ്റിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. ബിക്കോസ് എൻട്രൻസ് നിന്ന് കയറി വരുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഒരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യരുതെന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ഇത് നന്നായിട്ട് ചെറിയ സിമ്പിൾ കിച്ചൺ ആണെങ്കിലും വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ബിക്കോസ് ഈ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം എനിക്ക് ഫെർദർ ആയിട്ടുള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാൻ പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പല വീഡിയോസും ഇങ്ങനെ ടിപ്സും ഹാക്സും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതിലോട്ടൊക്കെ ഞാൻ കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ് മീ നോ ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട് ചിലർക്കെന്നുണ്ടെങ്കിൽ. എനിക്ക് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും അറിയാൻ പോകുന്നില്ല. അത് എൻ്റെ കുക്കു ക്ലോക്ക് ആയിരുന്നു കേട്ടോ. സൗണ്ട് ആയിരുന്നിരിക്കും ഇപ്പം, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തത്. സോ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.